മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടരുകയാണ്. സന്നിധാനത്തെ ഭക്തജന തിരക്ക് അതിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. 62,785 പേരാണ് ഇന്ന് പുലർച്ചെ 3 മണി മുതൽ വൈകിട്ട് 4 വരെ ഇരുമുടിയേന്തി 18-ാം പടി ചവിട്ടി അയ്യനെ കണ്ട് തൊഴുന്നത്. മണിക്കൂറിൽ 4,561 ഭക്തരാണ് 18-ാം പടി ചവിട്ടുന്നത്. സന്നിധാനത്ത് നിന്ന് ഗോകുൽനാഥ് നമുക്കൊപ്പം. ഗോകുൽനാഥ്, സ്വാമി ശരണം. തിരക്ക് കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് കുറവുണ്ടായിരുന്നു ഭക്തജന തിരക്ക്. പക്ഷേ ഇന്നാകുമ്പോഴേക്കും കാഴ്ച എന്താണ്? ശനി ഞായർ ദിവസങ്ങളിൽ തിരക്ക് കുറയുകയും പിന്നീട് തിങ്കളാഴ്ച മുതൽ കനത്ത തിരക്കിലേക്ക് മാറുകയുമാണ് സന്നിധാനത്ത് ഈ സീസണിലെ ഏറ്റവും പ്രധാന കാഴ്ച എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ സീസണിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. എല്ലാ തവണയും ഒരു ശരാശരി 1 ലക്ഷത്തോളം ഭക്തർ എത്തിക്കൊണ്ടിരുന്നതാണ്. എന്തായാലും ഇന്നും കനത്ത തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലെ തിരക്ക് കുറവായിരുന്നു. തിങ്കളാഴ്ച മുതൽ വീണ്ടും തിരക്ക് കൂടി. ഇന്ന് രാവിലെ കനത്ത തിരക്കിലായിരുന്നു സന്നിധാനം ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടി കുറയുകയും പിന്നീട് വെയിലൊന്ന് താഴ്ന്ന സമയത്ത് തന്നെ വീണ്ടും വലിയ തിരക്കിലേക്ക് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ മാറുകയാണ്. ഇന്ന് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ കർപ്പൂരാഴി ഘോഷയാത്ര ഇന്നാണ് അരങ്ങേറുക. അല്ലെങ്കിൽ മണ്ഡല മകരവിളക്ക് പൂജയുടെ പരിസമാപ്തിയായിട്ടുള്ള കർപ്പൂരാഴി ഇന്ന് അരങ്ങേറുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി കലാകാരന്മാരാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെയായി അണിനിരക്കുന്നത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള ഒരു കർപ്പൂരാഴി ആഘോഷമാണ് നടക്കാൻ പോവുക. അത് 18-ാം പടിക്ക് മുൻപിൽ നിന്ന് തുടങ്ങി പിന്നീട് ഫ്ലൈ ഓവർ വഴി മാളികപ്പുറത്തേക്ക് എത്തി അവസാനിക്കുന്ന തരത്തിലാണ്. മറ്റന്നാൾ പോലീസിന്റെ നേതൃത്വത്തിലും കർപ്പൂരാഴി ആഘോഷമുണ്ടാകും. അപ്പോൾ വലിയ രീതിയിൽ തന്നെ ആഘോഷമായി മാറുകയാണ് മണ്ഡല മകരവിളക്ക് കാലം എന്നുള്ളതാണ്. എന്തായാലും സ്വാമി എവിടുന്നാ വരുന്നേ? കുംഭകോണത്താണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? നാലാമത്തെ വർഷമാണ് എല്ലാ വർഷവും. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സജ്ജീകരണങ്ങൾ? മൃദംഗം, നാദസ്വരം. ഏതായാലും കരകാട്ടം, മയിലാട്ടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ചെണ്ട അടക്കമുള്ള വാദ്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് വായിക്കാമോ? പെർമിഷനൊക്കെ എടുത്തതിന് ശേഷമാണ് അവർ ഈ വായനയിലേക്കൊക്കെ കടക്കുക. എന്തായാലും 6:30 ദീപാരാധനയാണ്. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രിയും അതേപോലെ തന്നെ മേൽശാന്തിയും ഒക്കെ ചേർന്ന് ദീപം തെളിയിച്ചതിന് ശേഷമാണ് ഈ വായനയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. എന്തായാലും വലിയ തിരക്കാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നിലവിൽ ഈ കർപ്പൂരാഴി ആഘോഷവുമായി ബന്ധപ്പെട്ടും വലിയ തിരക്ക്, കർപ്പൂരാഴി കണ്ടുകൊണ്ട് തൊഴാനും ഒക്കെ ആയിട്ട് വലിയ തിരക്ക് സന്നിധാനത്തൊക്കെ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. ഗോകുൽനാഥാണ് സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഭക്തജന തിരക്ക് കൂടി വരികയാണ് ഇന്നത്തെ ദിവസം.